രുദ്രാത്മികം ഭാഗം 3. അവളെ നോക്കാതെ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്നവനെ ഹൃദയവേദനയോടെ അവൾ നോക്കി. ലച്ചു ചേച്ചി, ചേച്ചി എവിടെയാ ഉള്ളത്? എന്തിനാ ഇങ്ങനൊരു കുരുക്കിൽ എന്നെ ഇട്ടിട്ട് പോയത്? കണ്ണേട്ടന് എന്നോടുള്ള വെറുപ്പ് ഇതുകൂടെ ആയപ്പോൾ കൂടി. ഇനി എന്തൊക്കെ ഞാൻ സഹിക്കണം? ലച്ചുവിനെ ഓർത്ത് മനസ്സിൽ അലമുറയിട്ട് കരഞ്ഞു കൊണ്ടവൾ ഇരുന്നു. ഇതേ സമയം അവൻ്റെ മനസ്സിലും ലച്ചു മാത്രമായിരുന്നു. ഇനി 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഞാൻ രുദ്രേട്ടന് സ്വന്തമല്ലേ? ഫോണിലൂടെ നാണത്തോടെ പറയുന്നവരുടെ ശബ്ദം ഇപ്പോഴും തൻ്റെ കാതിൽ പതിക്കുന്നത് പോലെ അവന് തോന്നി. ഒടുക്കം ആ ചിന്തകൾ ആമിയെ താലികെട്ടുന്നതിലെത്തിയതും അങ്ങേയറ്റം ദേഷ്യത്തോടെ അവൻ കാർ വേഗത്തിൽ ഓടിച്ചു. അങ്ങനെ അവരുടെ കാർ സരസ്വതി നിലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവളുടെ ഉള്ളൊന്ന് കാളി. തങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് കയ്യിൽ നിലവിളക്കുമായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന സരസ്വതിയെയും മഹാദേവനെയും അരികിൽ നിൽക്കുന്നവളെയും അവൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണുന്നുണ്ടായിരുന്നു. വേറെ ഒരു കുടുംബക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ നോക്കി ദഹിപ്പിക്കുന്ന ദീക്ഷയെ കണ്ടതും അവളുടെ മിഴികൾ ഈറനണിഞ്ഞു. ഒരു മനസ്സും ഇരു ശരീരവുമായി നടന്നിരുന്നവരാണ്. പിന്നെ എപ്പോഴാണ് അവൾക്ക് താൻ ശത്രുവായി മാറിയത്? വിവിധ ഇനം ചിന്തകളാൽ അവൾ ഉയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചത്. ഒരു ഞെട്ടലോടെ അവൾ അവനെ മുഖമുയർത്തി നോക്കി. പണ്ടത്തെ പോലെ ഇന്നും അവൻ്റെ സ്പർശനം തന്നിൽ ഉളവാക്കുന്ന മാറ്റം അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ ഞാനും നീയും സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. കേട്ടല്ലോ? ഗൗരവത്തോടെയും ദേഷ്യത്തോടെയുമുള്ള അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ നിറഞ്ഞ കണ്ണുകളോടെ അവൾ തലയാട്ടി. അവളെ ഒന്നിരുത്തി നോക്കിക്കൊണ്ടവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. കയ്യിലുള്ള നിലവിളക്കിനേക്കാൾ ശോഭയിൽ തിളങ്ങുന്ന അമ്മയുടെ മുഖത്തേക്കും അരികിൽ സന്തോഷത്തോടെ നിൽക്കുന്ന അച്ഛനെയും അവൻ നോക്കി. എന്നാൽ ദീക്ഷയുടെ മുഖത്ത് മാത്രം ദേഷ്യമായിരുന്നു. കാറിലിരിക്കുന്ന ആമിയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൾ. അവരെ 3 പേരെയും നോക്കിക്കൊണ്ടവൻ അവൾ ഇരിക്കുന്ന ഭാഗത്ത് ചെന്ന് ഡോർ തുറന്നു. അതിനുള്ളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചിരിക്കുന്ന അവൾക്ക് നേരെ അവൻ കൃത്രിമ പുഞ്ചിരിയാലെ കൈനീട്ടി. അവനെയും കൈയിനെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൾ പതിയെ തൻ്റെ വലതുകരം അവൻ്റെ കൈകളിൽ വെച്ചു. അവളുടെ കൈ പിടിച്ചു വലിക്കും വിധം അവൻ അവളെ കാറിൽ നിന്നും ഇറക്കി. കൈ നല്ല വേദന ആയിട്ട് കൂടിയും അവൻ പറഞ്ഞത് ഓർത്തപ്പോൾ അവൾ മുഖത്തൊരു ചെറു പുഞ്ചിരി വരുത്തി. വലത് കാൽ വെച്ച് ഐശ്വര്യമായി കയറി വാ മോളെ. അവളെയും അവനെയും ഒരുമിച്ച് ആരതി ഒഴിഞ്ഞുകൊണ്ട് നിലവിളക്ക് അവളുടെ കയ്യിൽ കൊടുത്ത് സരസ്വതി പറഞ്ഞു. അവൾ നിറഞ്ഞ പുഞ്ചിരിയോടെ വിളക്ക് കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അമ്മയും അച്ഛനും നോക്കി നിൽക്കുന്നതിനാൽ ഒന്ന് അവൻ ചിരിച്ചെന്ന് വരുത്തി അവളുടെ അടുത്ത് ചേർന്ന് നിന്നു. മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയോടെ അവൾ വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ പൂജാമുറിയിലെ വിളക്കുകൾ ശോഭയോടെ തെളിഞ്ഞു. പൂജാമുറിയിൽ വിളക്ക് വെച്ചുകൊണ്ടവൾ കൈകൾ കൂപ്പിക്കൊണ്ട് നിന്നു. കൂടെ അവനും. മറ്റുള്ളവർ അവരുടെ കൂടെ കയറാതെ വാതിലിനടുത്തായിരുന്നു. മോനെ കണ്ണാ, മോൾക്ക് അവിടുന്ന് കുങ്കുമം എടുത്ത് തൊട്ടു കൊടുക്ക്. പ്രാർത്ഥിച്ച ശേഷം വേഗത്തിൽ പുറത്തു കടക്കാനായി പോയവനെ നോക്കിക്കൊണ്ട് സരസ്വതി പറഞ്ഞു. ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും കടിച്ചമർത്തിക്കൊണ്ട് അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ അവിടെ താലത്തിൽ വെച്ച കുങ്കുമം എടുത്ത് വീണ്ടും അവൾക്കരികിൽ ചെന്നു. മോതിരവിരലിൽ ഒരു നുള്ള സിന്ദൂരം എടുത്തുകൊണ്ടവൻ അവളുടെ സീമന്തരേഖ വീണ്ടും ചുവപ്പിച്ചു. അവൻ്റെ വിരലുകൾ നെറുകയിൽ പതിഞ്ഞപ്പോൾ അവളുടെ മിഴികൾ പതിയെ അടയുന്നതും ചുണ്ടിൽ നേരിയ തോതിലുള്ള പുഞ്ചിരി വിരിയുന്നതും അവൻ തെല്ലൊരു കൗതുകത്തിൽ നോക്കി. മതിയേട്ടാ വായി നോക്കിയത്. അച്ഛൻ്റെയും അമ്മയുടെയും അരികിലായതിനാൽ ദേഷ്യം അടക്കി നിർത്തിക്കൊണ്ട് പുഞ്ചിരി വരുത്തി ദീക്ഷ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവളുടെ ശബ്ദമാണ് അവനെ സ്വബോധത്തിൽ കൊണ്ടുവന്നത്. തലയൊന്ന് കുടഞ്ഞു കൊണ്ടവൻ ധൃതിയിൽ അവരെ മറികടന്നുകൊണ്ട് മുകളിലെ തൻ്റെ റൂമിലേക്ക് പോയി. മോളെ ആമി വാ. അവൻ പോണത് നോക്കി നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സരസ്വതി സോഫയിൽ ചെന്നിരുന്നു. അവർക്കരികിൽ ഇരിക്കുമ്പോഴും തൻ്റെ ചേച്ചിയുടെ സ്ഥാനത്താണല്ലോ താനിപ്പോൾ ഉള്ളത് എന്ന ചിന്ത അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ നേരമായിട്ടും ചേച്ചിയെപ്പറ്റി അവർ ആരും ഒന്നും ചോദിക്കാത്തതോ പറയാത്തതോ കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. ആൻറ്റി, ഞാൻ പിന്നെ. നിൽക്ക്, നീ എന്താ വിളിച്ചേ? ആൻറ്റി എന്നോ? ഇനി മുതൽ അമ്മ എന്ന് വിളിച്ചോണം, കേട്ടല്ലോ? അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ സരസ്വതി അവളുടെ മുഖത്ത് തലോടി പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവരുടെ ഈ സംസാരം കേട്ട് ചിരിയോടെ മഹാദേവനും ക്രോധത്തോടെ ദീക്ഷയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതമ്മേ ലച്ചു ചേച്ചി. വേണ്ട മോളെ, ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
മോളിനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. നടക്കാനുള്ളത് നടന്നു. ഇനി ആമിമോൾ സന്തോഷമായിരിക്കണം. കേട്ടല്ലോ? അവൾ പറയാൻ വന്നത് മനസ്സിലായ പോലെ മഹാദേവൻ അവളുടെ നെറുകയിൽ വാത്സല്യപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു. ആ അതെ, ആമിമോൾക്കായിരിക്കും ഈ വീട്ടിൽ വരാനുള്ള യോഗം. അതാണ് ഇങ്ങനെയൊക്കെ. മോളിനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. കണ്ണൻ, അവന് കുറച്ച് ദേഷ്യം കൂടുതലാണേലും പതിയെ അവൻ മോളോട് കൂട്ടായിക്കോളും. അല്ലേ ദച്ചു? അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് സരസ്വതി അരികിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ദച്ചുവിനെ നോക്കി. അപ്പോൾ അവരുടെ 3 പേരുടെയും ശ്രദ്ധ അവളുടെ നേരെ ആയപ്പോൾ ദച്ചു എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ആ അതെ അതെ, ഏട്ടൻ എല്ലാം വേഗം ഉൾക്കൊണ്ടോളും. വാക്കുകളിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ടവൾ പറഞ്ഞു നിർത്തി. അത് കേട്ടപ്പോൾ ആമിയും അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ആ ദച്ചു, നീ മോളെയും കൂട്ടി കണ്ണൻ്റെ മുറിയിലേക്ക് പോ. ഒന്ന് ഫ്രഷായി വന്നാൽ തന്നെ ആമിമോൾ ഓക്കെ ആയിക്കോളും. സരസ്വതിയും മഹാദേവനും പറയുന്നത് കേട്ട് ദച്ചു ആമിയെയും കൂട്ടി മുകളിലേക്ക് കയറി. രുദ്രൻ്റെ റൂമിന് മുന്നിൽ എത്തിയതും ദച്ചു അവൾക്ക് മുന്നിൽ ഒരു പുച്ഛത്തോടെ വന്നു നിന്നു. ആ, നീയൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഏട്ടൻ്റെ മനസ്സിൽ നിന്നോടുള്ള വെറുപ്പ് കൂട്ടാൻ മാത്രമേ ഞാൻ ശ്രമിക്കൂ. കാരണം അത്രയ്ക്കും പകയുണ്ട് എനിക്ക് നിന്നോട്. സമാധാനത്തോടെ ഒരു രാത്രി പോലും നീ ഇവിടെ വായില്ല. ഈ ദീക്ഷയാ പറയുന്നത്. അവളെ നോക്കി പകയോടെ അത്രയും പറഞ്ഞുകൊണ്ട് ദച്ചു താഴേക്ക് പോയപ്പോൾ ഒന്ന് കരയാൻ പോലും മറന്നുകൊണ്ടവൾ ചുമരിലേക്ക് ചാരി നിന്നുപോയി. തൻ്റെ ജീവിതം ഈ വീടിനുള്ളിൽ ആ 2 പേരുടെ ഇടയിൽ അവസാനിക്കാൻ പോകുന്നു എന്ന ചിന്തയിൽ അവളുടെ ഉള്ളം നീറിപ്പോകുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് ഒന്നായിരുന്നു, ലച്ചു ചേച്ചി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന്.